ഇഷ്ടപ്പെട്ടാൽ മണിയടിക്കുക എന്ന് പറഞ്ഞ് പിള്ളേർ ഒടുക്കത്തെ മണിയടി രക്ഷില്ല. നിക്കോബാരി ഹട്ടുണ്ട്, സമുദ്രിക മ്യൂസിയം, അതാണ് സംഭവം. നേവൽ മറീൻ മ്യൂസിയമാണ്. എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതേപോലെ ഇവിടെ ആൻഡമാൻ്റെ ഒരു മാപ്പൊക്കെ ഉണ്ട്. ലാൻഡ്ഫോൾ ഐലൻഡ്സ്, നോർത്ത് ആൻഡമാൻ, ഇതൊക്കെ നോർത്താണ്. ഇവിടം വരെയുള്ള മിഡിൽ, അത് കഴിഞ്ഞിട്ടെല്ലാം സദേൺ. ചുമ്മാ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ മാത്രം. എനിക്കിവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല. വേറെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് വരുമ്പോൾ വരാം. ഡിസ്റ്റൻസാണ്. ഇവിടെ നിന്നായിരുന്നു പണ്ട് ഡയറക്റ്റ് എയർക്രാഫ്റ്റൊക്കെ ഉള്ളത്. വിശാഖപട്ടണം, കൊൽക്കത്ത, ചെന്നൈ. പിന്നെ ഇപ്പോൾ ഏത് മെട്രോയിൽ നിന്നും കിട്ടും ഫ്ലൈറ്റ്സൊക്കെ. ബാംഗ്ലൂർ, മുംബൈ, ഡൽഹിയിൽ നിന്ന് വരെ കിട്ടുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ അടിയിൽ നിക്കോബാറി ഐലൻഡ്സ്, അതും 3 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ. ഇത് ബ്ലൂ വെയിലിൻ്റെ സ്കെൽട്ടറാണ്. കൊമോർത്ത് ഐലൻഡിൽ നിന്ന് കിട്ടിയാണത്രേ. 8 ആനകൾക്ക് നിൽക്കാമെന്ന് അതിൻ്റെ പക്കത്ത്. നന്നായിട്ട് സൈസ്. ഇന്ത്യൻ നേവൽ ഷിപ്സിൻ്റെ മോഡൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. INS ഇന്ത്യൻ നേവൽ ഷിപ്പ് ഡൽഹി. പിന്നെ അടുത്തത് INS രാജ്പുത്, D51 ആണ് അതിൻ്റെ പേര്. ഇത് നല്ല മോഡൽസാണ്. ജറാവ ട്രൈബ്സിനെ കാണിച്ചിരിക്കുന്നത് ആണത്. ജറാവ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ബാരത്താങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ യൂഷ്വലി കാണുന്നതാണ്. ഒരു യൂഷ്വലി സൗത്ത് ആൻഡ് മിഡിൽ ആൻഡമാൻസിലാണ് കാണുന്നത്. 250 മുതൽ 400 പേരുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നല്ല അതിന് മുകളിൽ കാണും. ഇത് കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. ആന്ത്രോപോളജി മ്യൂസിയത്തിൽ പോകുമ്പോൾ ഇവരുടെ ഒരു വെപ്പൺസിൻ്റെ ഒരു ശേഖരം തന്നെ കാണാം. നല്ല രസമാണ്. ആന്ത്രോപോളജി നല്ലൊരു മസ്റ്റ് വിസിറ്റാണ്, കുഴപ്പമില്ല. വള്ളങ്ങൾ, തോഴയാണ് കഴിക്കാൻ തോന്നുന്നു. ട്രൈബൽ ബോട്ട്, നല്ല സോഫിസ്റ്റിക്കേറ്റഡ് സാധനങ്ങൾ കംപ്ലീറ്റ്. രസമാണ്. ഇത് ബാരൻ ഐലൻഡ്സ് ആണ്. ഇവിടെ പോകണമെന്നുണ്ടായിരുന്നു, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണം. ലൈവ് വോൾക്കാനോസ് ഉള്ളൊരു സ്ഥലമാണ്. ബോട്ട്സ്, പണ്ടത്തെ INS വിക്രാന്ത് എയർക്രാഫ്റ്റ് കരിയറാണ്. നേവിയുടെ വാർ ഫൈറ്റിംഗ് കേപ്പബിലിറ്റിയാണ് കാണിക്കുന്നു തോന്നുന്നു. റോയൽ ഇന്ത്യൻ നേവി അപ്രൈസിംഗ് 1946. ദ ലാസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിനാണ് 1946 റോയൽ ഇന്ത്യൻ നേവി അപ്രൈസിംഗ് എന്ന് പറയുന്നത്. മുംബൈയിൽ തുടങ്ങി ഓൾമോസ്റ്റ് 20,000 സെയിലേഴ്സ് 78 ഷിപ്പിൽ നടത്തിയതാണ്. വിജയദുർഗിലെ ഫോർട്ടാണ് ഈ കാണിക്കുന്നത്. നല്ല മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല ക്ലേ മോഡലാണ്.
ഇത് ഇല്ലാന്ന് തോന്നുന്നു. ഇത് അക്വേറിയമാണ് ഇവരുടെ. ഇതിൽ കുറച്ചും കൂടി മനോഹരമായിട്ട് തോന്നിയത് സ്റ്റാർ ഫിഷിനെ കാണിക്കുന്നുള്ളത്. ഇവരുടെ ഒരു ഡിയർ ആൻറ്റ്ലർ എന്ന് പറഞ്ഞൊരു വിഭാഗമാണത്. എൻ്റെ പൊക്കത്ത് പിന്നെ എനിക്ക് നന്നായിട്ട് തോന്നിയത് സീ ഓർച്ചിൻസ്. അതുണ്ടോ എന്തായിട്ട് കാണാൻ അത്ര കഴിയുന്നില്ല. എന്നാലും ഇതിൻ്റെ മുഖം എവിടെയാണോ ഡ്രസ്സ് കൊണ്ട് കാണാൻ ദൂ അവിടെ തന്നെ നോക്കിയിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട് അവിടെ. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതിനാണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. വേറെ റൈറ്റാണ് ഇതിൽ ലയൺ ഫിഷ്. സ്വയം രസമാണല്ലേ. ഇതുണ്ട് നല്ല സുന്ദരമായിട്ട് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവർ. സുന്ദരക്കുട്ടനല്ലേ ഇവൻ? നോക്കി ഏതാണ്ട് പഴയ രാജാക്കന്മാരില്ലേ? നോക്കടി പുള്ളി പോയി. സ്കോർപ്പിയൻ്റെ ഷെൽസ് ഉണ്ടോ? ഇത് പ്ലേറ്റാ. സ്റ്റീൽ ശംഖ്.
ഇതെല്ലാം പെയിൻറ്റിംഗ് ആണ്. ഇതൊക്കെ ലീഫിൽ പുറകിൽ പെയിന്റ് അടിച്ച് ലീഫ് കൊണ്ട് ചെയ്യും. നമ്മളിപ്പോൾ ഉള്ളത് ആന്ത്രപ്പോളജി മ്യൂസിയത്തിലാണ്. ഡേ 2 ആൻഡമാൻസ്. രാവിലെ 10 മണി. നല്ലൊരു സ്ഥലമാണ്. ഒരു 20 രൂപ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നിക്കോബാറിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കാം. ആൻഡമാൻസിൻ്റെ കൾച്ചേഴ്സ് ഡിഫറെൻ്റ് ഉള്ളത്, എത്ര ടൈപ്പ് ഗ്രൂപ്പ് ഉണ്ട്, എങ്ങനെ അവർ ജീവിക്കുന്നു. നല്ലൊരു സ്ഥലമാണ്. ഒരു അരമണിക്കൂർ സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ കയറാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലം. ടിക്കറ്റുകൾ 20 രൂപ. അതിനുള്ളിൽ ഒരു സിനിമ പോലെയൊക്കെ കാണിക്കും. പഴയ സിനിമയാണ്. സമയങ്ങൾ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മുമ്പിലൊരു ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്ഥലം, ആന്ത്രപ്പോളജിക്കൽ മ്യൂസിയം. എല്ലാവരും ഫോട്ടോഗ്രാഫിയിൽ ഇൻവോൾവ് ആണ്. ഇതാണ് മെയിൻ ഇതിൻ്റെ മാപ്പ്, റിന്യൂഡ് മാപ്പ്. കുറച്ച് നെയിംസൊക്കെ റീനെയിം ചെയ്തിട്ടുണ്ട് ഐലൻഡ്സിൻ്റെ. അതിതാണ്. വാർ സോണിൽ മരിച്ചവരുടെ പേരിലാണെന്ന് തോന്നുന്നു ഓണർ ചെയ്തിട്ട് ഒരുപാട് ഐലൻഡ്സ് അവരുടെ പേരിലോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡമാൻ വരെയുണ്ട്, സൗത്ത് ആൻഡമാൻ വരെ. നിക്കോബാറിൻ്റെ ഇല്ല ഇതിൽ. ഓക്കെ, നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ടൂറിസ്റ്റ് മാപ്പ് ഓഫ് ആൻഡമാൻസ്. നോർത്തിൽ ദിഗ്ലിപൂർ, പിന്നെ അവിടെ നിന്ന് മായാബന്ദർ, റംഗത്ത്, ഇവിടം വരെ മിഡിൽ ആൻഡമാനാണ്. ബാറാത്താങ് വരെ, അതിനടിയിലോട്ടെല്ലാം സൗത്തിൻ്റെ ഏരിയാസാണ്. നമ്മൾ പോകുന്നത് കംപ്ലീറ്റ് സൗത്തിലോട്ടാണ് ആക്ച്വലി. ഹാവ്ലോക്ക്, നീല്, പോർട്ട് ബ്ലെയർ, ഈ ഒരു ഏരിയ. അതിനടിയിലോട്ട് നമ്മൾ പോവാത്തത് സെൻറ്റിനലിൽ പോകാൻ പറ്റില്ല. ലിറ്റിൽ ആൻഡമാനുണ്ട്, പിന്നെ ഒരു ബാരൻ ഐലൻഡ്സും ഉണ്ട് അവിടെ, വോൾക്കാനോ ഒക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് സംഭവം. നോർത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ദിഗ്ലിപൂർ, ആ സൈഡിൽ ഒരുപാട് ബീച്ചുണ്ട്. റോസൻ സ്മിത്ത് ഐലൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബീച്ചുണ്ട്. മായാബന്ദറിൻ്റെ അവിടെയും ബീച്ചുണ്ട്. റോഡ് അത്ര സുഖമില്ല, നമ്മുടെ അത്രയും ടൈമും ഇല്ലാത്ത കാരണം പോകുന്നില്ല അങ്ങോട്ട്.
അടുത്തൊരു ട്രിപ്പിന് വേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ്. എല്ലാവരും ബാരാത്താങ്കിലോട്ട് പോകാറുണ്ട്. ബാരാത്താങ്കിൽ ലൈം സ്റ്റോൺ കേവ്സും ഉണ്ട്, പിന്നെ അവിടെ ഒരു മഡ് വോൾക്കാനോസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഒരു രാവിലെ 3 മണിക്ക് എണീറ്റ് യാത്ര തുടങ്ങിയാൽ ഒരു ഫുൾ ഡേ ട്രിപ്പിനുള്ളതാണ്. അത് നമ്മുടെ കയ്യിൽ ഒരു 4 വയസ്സുള്ള ഒരു കൊച്ചൊക്കെ ഉള്ള കാരണം, പിന്നെ പ്രായമുള്ളൊരു അമ്മയുള്ള കാരണം പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്നത് ഇവിടെ, നമ്മളിപ്പോൾ ഇവിടെയാണ്, സൗത്ത് ആൻഡമാനിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്ത്രപ്പോളജി മ്യൂസിയത്തിലാണ്. നല്ലൊരു സ്ഥലമാണ്. ജസ്റ്റ് ഒരു കൾച്ചറിനെ കുറിച്ച് പഠിക്കാനും എവിടെ എന്തൊക്കെ ലൊക്കേഷൻ ഉണ്ടെന്ന് പഠിക്കാനും 20 രൂപ ടിക്കറ്റ് എടുത്ത് വരാവുന്നൊരു സ്ഥലം. നമ്മളിവിടെ ജോളി ബോയിലൊന്ന് പോകും. റെഡ് സ്കിന്നിൽ പോകാൻ പറ്റുമോ എന്നറിയില്ല. വണ്ടൂർ ബീച്ചിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതിനുശേഷം നമ്മളൊന്ന് നീ ലൈനിൽ പോവും, ഹാവ്ലോക്കിൽ പോവും, അല്ലാണ്ട് റോസ് ഐലൻഡ് എന്നൊരു ഐലൻഡും ഉണ്ട് ഇവിടെയും കൂടി പോവും. കോർബിൻസ് കോവിലും നമ്മൾ ഇന്നലെ പോയി, ഡേ 1. പുറത്ത് നല്ല ഷോപ്സൊക്കെ ഉണ്ട്. ആന്ത്രപ്പോളജി മ്യൂസിയത്തിൻ്റെ കാര്യത്തിൽ നല്ല ടീഷർട്ട്സ്. ഫ്രിഡ്ജ് മാഗ്നറ്റ് വേറെ ഉണ്ടോ ഓർണമെന്റ്സ് ഇതെല്ലാം ഉണ്ട് ഇവിടെ. നാല് വയസ്സുകാരി വരും, ഇതിൻ്റെ പിന്നാലെയാണ്. அது 4 உள்ளது இருக்கு, 3 உள்ளது இருக்கு. அது 100 ரூபாமா, அது 50 ரூபா. இது ஃபுல்லாக 50. സെയിം തന്നെയാ എല്ലാം. പുറത്ത് പെമ്പിളേരി അമ്പലത്തിൽ കൂടെയാണ്.